ഹായ് എല്ലാവർക്കും നമസ്കാരം. ഐഷൂസ് ടൈമൈ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെമ്മീൻ ചോറാണ് ഉണ്ടാക്കുന്നത്. ചെമ്മീൻ അല്ലെങ്കിൽ കൊഞ്ച് എന്ന് പറയും ചില സ്ഥലത്ത്. അപ്പോൾ ഞാനിവിടെ ഒരു 250 ഗ്രാം ചെമ്മീൻ ഫുള്ള് കഴുകി വൃത്തിയാക്കി തലയടക്കം എല്ലാം എടുത്ത് മാറ്റിയിട്ട് ഒരു 250 ഗ്രാം ഉണ്ട് കേട്ടോ. അങ്ങനെയാണ് എടുത്തത്. ഇപ്പോൾ കുറേ ചെമ്മീനിൻ്റെ ഒക്കെ ഒരു ചാകരയൊക്കെ വന്ന സമയമാണ്. അപ്പോൾ എല്ലാവർക്കും ചെമ്മീൻ നന്നായിട്ട് മേടിക്കാനും കിട്ടും. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ചെമ്മീനിലേക്ക് ഇനി മസാലകൾ ചേർക്കുകയാണ്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ ഈ മുളകിൻ്റെ മഞ്ഞളിലേക്ക് ഇത് ചെമ്മീനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 10-15 മിനിറ്റ് വെക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഒരു 5-6 സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് എടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ വെളിച്ചെണ്ണയാണ് നമ്മൾ ചെമ്മീൻ ചോറ് ഉണ്ടാക്കാൻ എടുക്കുന്നത്. അതിനോണ്ടാണ് ഇത്ര കുറേ ഇതിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് ചെമ്മീനും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഭയങ്കരമായിട്ട് ഫ്രൈ ചെയ്യേണ്ട, ഒരു മിനിമം ലെവലിൽ ഫ്രൈ ചെയ്തെടുക്കാം. അത്യാവശ്യം ചെമ്മീൻ ആവുക തന്നെ വേണം കേട്ടോ. അപ്പോൾ അതേമാതിരി ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം ചെമ്മീൻ നന്നായിട്ട് ഞാനിതാ ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സവാള 2 എണ്ണം നീളങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിയില എടുത്തിട്ടുണ്ട്, ഒരു 2 തണ്ട് കറിയില. തക്കാളി ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ, അതും നീളങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് വലുതാണ് എടുത്തത്. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ഒന്ന് ചതച്ചെടുത്തതാണ്. അപ്പോൾ ഒരു പച്ചമുളകും പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചെടുത്തതാണ്. കുറച്ച് മല്ലിയില, പിന്നെ ഒരു 2 കഷ്ണം കറുവപ്പട്ട, 5 കറാമ്പൂ, 5 ഏലക്കായ, അതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചെമ്മീൻ ചോറ് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ബിരിയാണി പോട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച ആ ഒരു വെളിച്ചെണ്ണ ഉണ്ടല്ലോ, ചെമ്മീൻ പൊരിച്ച വെളിച്ചെണ്ണ, അത് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് കുറവാണെന്ന് തോന്നി ഇതിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. ഓക്കെ. ഇനി ഇതിലേക്ക് കറുവപ്പട്ട, കറാമ്പൂ, ഏലക്കായ നമ്മൾ ജസ്റ്റ് ഒന്ന് ചതച്ച് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക. 2 സവാള നീളങ്ങനെ അരിഞ്ഞത്. ചെമ്മീൻ ഒരുപാട് വിഭവങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ചെമ്മീൻ ബിരിയാണി, അതേമാതിരി ചെമ്മീൻ പുലാവ്, പിന്നെ ചെമ്മീൻ ഫ്രൈ, പിന്നെ ചെമ്മീൻ അട, അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചാനലിൽ പോയി വിസിറ്റ് ചെയ്തിട്ട് അതും ഒക്കെ വീഡിയോ കണ്ട് ട്രൈ ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്ത് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 2 തണ്ട് കറിയിലയാണ് എടുത്തത്, അതും കൂടി ചേർത്ത് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഒന്ന് അടച്ച് വേവിക്കാം. കുറച്ച് സമയത്തിന് ശേഷം ഒന്ന് തുറക്കുക. അപ്പോൾ നമ്മുടെ സവാള ഇതൊക്കെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്ത് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കുക. ഒരു തക്കാളിയാണ് എടുത്തത്, അത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമുക്കൊന്നും കൂടി ഒന്ന് അടച്ച് വേവിക്കാം. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരണമല്ലോ. ഓക്കെ. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊരിച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറഞ്ഞ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ. നിങ്ങൾ എത്രയാണോ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് മാറ്റുക. അപ്പോൾ ഞാൻ ചെമ്മീൻ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഉപയോഗിക്കുന്ന അരി എന്ന് പറഞ്ഞാൽ കൈമേൻ്റെ അരിയാണ്. നിങ്ങൾക്ക് ഏത് അരി വേണമെങ്കിൽ എടുക്കാം, ബസ്മതി റൈസോ ഒക്കെ എടുക്കാം. ഓക്കെ. അപ്പം ഞാനിത് ഈ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് അരി കഴുകി ഊറ്റി വെച്ചതാണ്. അതേമാതിരി ഇതിനൊരു 4 ഗ്ലാസ് വെള്ളം ഞാൻ തിളപ്പിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഞാനിതാ ഈ ബിരിയാണി പോട്ടിലേക്ക് അരി കഴുകിയത് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊരു 3 പേർക്ക് കഴിക്കാനുള്ളത് ഉണ്ടാവുള്ളൂ. അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്തണം. അപ്പോൾ ഞാൻ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. പറഞ്ഞ മാതിരി 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. അപ്പം ഇതിലേക്ക് അതിന് മുന്നേ ഞാൻ കുറച്ച് മല്ലിയില ചേർത്തിട്ടുണ്ട്. അതേമാതിരി കുറച്ച് ഗരം മസാല ചേർക്കണം. 1/2 സ്പൂൺ ഗരം മസാലയാണ് ഞാൻ ചേർത്തത്. അതും കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിൽ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം തരണം. ഇതേ പ്രൊസീജിയർ വെച്ച് നിങ്ങൾക്ക് കുക്കറിലും ഉണ്ടാക്കാം പെട്ടെന്നൊക്കെ വേണമെങ്കിൽ. അപ്പോൾ അതിലേക്കാവുമ്പോൾ അപ്പോൾ നമ്മൾ 2 ഗ്ലാസ് അരിയാണെങ്കിൽ അതിൽ 3 ഗ്ലാസ് വെള്ളം എടുത്താൽ മതി. അപ്പോൾ പെട്ടെന്നൊക്കെ ഉണ്ടാക്കുന്നവർക്ക് കുക്കറിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ഉപ്പുണ്ടോ എന്നൊന്ന് നോക്കിയിട്ട് നമ്മൾ ചെറുനാരങ്ങ നീര് ഇട്ടിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് ഒഴിച്ചതിന് ശേഷമാണ് ഉപ്പിടുന്നതെങ്കിൽ നമുക്ക് ആ കറക്റ്റ് ആ ഒരു ഉപ്പിൻ്റെ ഇത് മനസ്സിലാവില്ല. അതിനോണ്ട്
ഉപ്പിട്ടതിന് ശേഷം മാത്രം ചെറുനാരങ്ങ നീര് ഒരു അരക്കഷ്ണം ചെറുനാരങ്ങ നീരേ ഞാൻ പിഴിയുന്നുള്ളൂ. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വേവിക്കാം. ആദ്യം ഫുൾ ഫ്ലെയിമിലിട്ടിട്ടാണ് വേവിക്കുന്നത്. എന്നിട്ട് നമ്മളൊന്ന് ഇടയ്ക്ക് തുറന്ന് നോക്കണം തിള വന്നിട്ടുണ്ടോയെന്ന്. തിള വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മുതൽ 7 മിനിറ്റിൻ്റെ അടുത്ത് വരെ ഉണ്ടാവുള്ളൂ വേവാനുള്ള ടൈം. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മളെ ചെമ്മീൻ ചോറ് റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്